സഹകരണ മേഖലയെ രക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭമാണ് ആവശ്യമെന്ന് മന്ത്രി എ.സി. മൊയ്തീൻ ഇക്കാര്യത്തിൽ സുധീരനുമായി സംസാരിക്കാൻ തയ്യാറാണ്. മുഹമ്മദ് സലീമിന്റെ പരാതി സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല. ഇത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായത് എന്നും എ.സി. മൊയ്തീൻ പാലക്കാട്ട് പറഞ്ഞു. മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷം ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. സംസ്ഥാന മന്ത്രി എം മണി വൈദ്യുതി മന്ത്രിയായേക്കും. കടകംപള്ളി സുരേന്ദ്രന് സഹകരണം, ദേവസ്വം, എ.സി. മൊയ്തീൻ വ്യവസായ വകുപ്പ് മന്ത്രിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും എന്ന വിവരവുമാണ് നിലവിൽ ലഭിക്കുന്നത്. കെ രാജേന്ദ്രൻ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. രാജേന്ദ്രൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇതൊന്നും തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന സൂചനയുമുണ്ട്. 2:30-ക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എം മണി മന്ത്രിയായിരിക്കുമെന്നതാണ്. എം മണിക്ക് വൈദ്യുതി വകുപ്പ് ലഭിക്കുമെന്നാണ് അറിയുന്നത്. എം മണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തെ ഒരു വിവാദ പ്രസംഗം മുൻനിർത്തിക്കൊണ്ട് ജയിലിൽ അടച്ചതാണ്. അതോടുകൂടി എം മണി എന്ന നേതാവ് അദ്ദേഹം തീർന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതോടുകൂടി അവസാനിച്ചു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരെ ഒരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ അന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും എല്ലാം ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകിയിരുന്നത്. എന്നാൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് മന്ത്രിയായി വരുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ടാവും. വലിയൊരു അഴിച്ചുപണിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വ്യവസായ വകുപ്പ്. വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജൻ രാജിവെച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ചെറിയൊരു പണിക്ക് തന്നെ കാരണമായിട്ടുള്ളത്. ഈ പുതിയ വ്യവസായ മന്ത്രിയായി ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീൻ ആ സ്ഥാനത്ത് വരും. കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹമാണ് നിലവിൽ വൈദ്യുതി മന്ത്രി. അദ്ദേഹത്തിൻ്റെ ആ വകുപ്പ് എം മണിയിലേക്ക് പോകുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന് സഹകരണ വകുപ്പ് ലഭിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ കൈവശം വയ്ക്കുന്ന ദേവസ്വം വകുപ്പും തുടരും. ഇതാണ് നമുക്ക് മന്ത്രിസഭ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും വകുപ്പുകളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ലഭ്യമായ വിവരം. എന്നാൽ ഇതിലും ചില മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ല. CPM-ന്റെ സംസ്ഥാന സമിതി ഇന്ന് യോഗം ചേർന്നിരുന്നു. ഇന്നലെയുമായി യോഗം ചേർന്നു. സംസ്ഥാന സമിതി യോഗം അല്പം മുമ്പ് സമാപിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങൾ 2:30-ക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിക്കും. ഇക്കാര്യത്തിൽ എന്തായാലും EP ജയരാജന്റെ രാജിയെ തുടർന്നാണ് മന്ത്രിസഭയിൽ ഇത്തരത്തിലൊരു ഒഴിവ് വന്നത്. നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ പ്രസ്താവന അത്തരത്തിലുള്ള വേട്ടയാടലൊക്കെ നിന്നിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായി സാധാരണക്കാരോട് ഇണങ്ങി ജീവിക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകൻ എന്ന ഇമേജ്, ഇതൊക്കെ മന്ത്രിസഭയിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ ഇമേജിനെ പൊതുവിൽ ബാധിക്കും, അനുഗുണമാകും? മറ്റൊന്ന്, അഴിമതിരഹിതമായ പ്രതിച്ഛായയുള്ള മന്ത്രിമാരുടെ നിരയിലേക്ക് അദ്ദേഹം കൂടി എത്തുന്നു. ഈ വിവാദ പ്രസംഗം അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തു പറയാനുമില്ല. ആ നിലയ്ക്ക് പൊതുവിൽ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഏറെ പ്രത്യേകതയുണ്ട്. എം മണി വൈദ്യുതി മന്ത്രിയാവുന്നതിൽ ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം അദ്ദേഹം CPM-ന്റെ തലമുതിർന്ന ഒരു നേതാവാണ്. സർവോപരി നിലവിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. എന്നതിലുമെല്ലാം ഉപരി എം മണി എന്ന നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അത് വളരെ വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇടുക്കിയിലെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന്, വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഏറെ ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാട് ഇതെല്ലാം അനുഭവിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഒരു തൊഴിലാളി നേതാവായിരുന്നു. അവിടെ അസംഘടിതരായിരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. ആ രീതിയിലൊക്കെയാണ് ഇടുക്കിയുടെ ഒരു നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തികൾ ഒരാളായിരുന്നു എം മണി. അദ്ദേഹത്തിന് അതിക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിരവധി പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. നിരവധി സമരങ്ങളുടെ മുന്നിൽ അദ്ദേഹം നിന്നിട്ടുണ്ട്. ഇതിനെല്ലാറ്റിനും പുറമെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു എടുത്തു പറയേണ്ട ഒരു കാര്യം, 27 വർഷക്കാലം തുടർച്ചയായി ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്നു CPM-ന്റെ. അതിനുശേഷമാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായത്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കഴിഞ്ഞ തവണ അദ്ദേഹം ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. അവിടെ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് തന്നെ അദ്ദേഹം മന്ത്രി ആയേക്കും എന്ന രീതിയിലെല്ലാമുള്ള ചില വാർത്തകളെല്ലാം സജീവമായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു മന്ത്രിസഭയിലേക്ക് വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും വേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വൈദ്യുതി വകുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വകുപ്പ്
വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഒരുപക്ഷെ ഏറ്റവും കടുത്ത വരൾച്ചയിലേക്കാണ് സംസ്ഥാനം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വൈദ്യുതി മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായേക്കും. ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും. എന്നാൽ ഇതിനെല്ലാം എങ്ങനെ എം മണി പ്രാപ്തനാണ് എന്ന് തെളിയിക്കുന്നത് യാതൊരു സംശയം വേണ്ട അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ജീവിത സാഹചര്യം, രാഷ്ട്രീയ പശ്ചാത്തലം, എത്ര കടുത്ത വെല്ലുവിളി ഉണ്ടായാലും അതിനെല്ലാം തന്നെ ചങ്കുറപ്പോടുകൂടി നേരിട്ട ഒരു ചരിത്രം എം മണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവാദ പ്രസംഗത്തിൻ്റെ പേരിൽ ഒരു അത്യപൂർവമായൊരു നടപടിയാണ് മുൻ UDF സർക്കാർ കൈക്കൊണ്ടിരുന്നത്. എം മണിയെ നിരവധി ദിവസം ജയിലിൽ അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അദ്ദേഹം ഒട്ടും തളർന്നില്ല. അദ്ദേഹം അതിശക്തനായി തിരിച്ചു വരികയാണ് ചെയ്തത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കെല്ലാം തന്നെ അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു മറുപടി എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം മണി ജയിലിലടയ്ക്കപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയവർക്കെല്ലാം തന്നെയുള്ള ഏറ്റവും വലിയൊരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവ് എന്ന് പറയാം. സംഘടനാ രംഗത്തെ നീണ്ട കാലത്തെ പാഠവും അത് പാർലമെന്ററി തരത്തിലേക്കും പ്രതിഫലിക്കുന്നത് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ച്. അതൊക്കെ തന്നെ ഈ പുതിയ സ്ഥാനലബ്ധിയിലും പ്രതിഫലിക്കും എന്ന് കരുതാമോ? അത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയെ പ്രതീക്ഷിക്കാമോ നിലവിൽ? ഈ എം മണി നമ്മൾ ഇടുക്കിയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ ഇടുക്കി എന്ന് പറഞ്ഞാൽ പൊതുവെ UDF മേൽക്കൈയുള്ള ഒരു പ്രദേശമായാണ് നമുക്കെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ഇടുക്കിയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നാൽ അതിനെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ സംഭാവന നൽകിയ നേതാവാണ് എം മണി തന്നെ പറയാം. കാരണം ഇടുക്കിയിലെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, അവിടുത്തെ ഒരു സാമുദായിക പശ്ചാത്തലം, ആ സമ്പദ് വ്യവസ്ഥ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെല്ലാം തന്നെ കടന്നു കയറാൻ ഏറെ ബുദ്ധിമുട്ടുള്ള നിരവധി മേഖലകൾ അവിടെയുണ്ട്. ഇതിനെല്ലാം മാറ്റിമറിച്ചത് ഒന്ന് അവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ നിന്നും വന്ന് അവിടെ കുടിയേറിപ്പാർത്ത് പിന്നെ ആ രീതിയിലുള്ള തമിഴ് സ്വാധീനമുള്ള തൊഴിലാളികൾ, ഇവർക്കിടയിലേക്കൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര എളുപ്പത്തിൽ കടന്നു ചെല്ലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു ഭാഗത്ത് പോലീസ് പീഡനം, മറുവശത്ത് ഇവരുടെ തോട്ടമുടമകളുടെ ഗുണ്ടകളുടെ മർദ്ദനം, ഇതുമായെല്ലാം നേരിട്ടുകൊണ്ടാണ് ഈ നേതാവ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇന്നും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ദൈവികുളം ഉപതെരഞ്ഞെടുപ്പ്, അതായത് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷം EMS സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ദൈവികുളം ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അന്ന് എം മണിക്ക് വളരെ ഒരു ബാലനായിരുന്നു. ഒരു 14 വളരെ ചെറിയ വയസ്സുള്ള 14 വയസ്സാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പറ്റി എഴുതിയ പല ലേഖനങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ചെറിയ കുട്ടിയായിരുന്നു. ആ ഘട്ടത്തിൽ അന്ന് അദ്ദേഹം ഈ പ്രചാരണത്തിന്, അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ റോസ്മ പുനൂസിന് വേണ്ടി സജീവമായി പ്രചാരണ രംഗത്തിറങ്ങി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ളൊരു ഒരു വരവ് തന്നെ, ചൂടുവെപ്പ് തന്നെ അതിലൂടെയായിരുന്നു. എന്നാൽ പിന്നീട് ഈ ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായി ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. എന്നാൽ അതിനുശേഷം ഇടുക്കിയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഒരു പശ്ചാത്തലം ആ ജില്ലയ്ക്കുണ്ട് തന്നെ പറയാം. എന്നാൽ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലത്തുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാന കസ്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ വളരെ സജീവമായ സമരങ്ങൾ, അതിൻ്റെ നേതൃനിരയിൽ എം മണി ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗത്തെയും കൂട്ടിയോജിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നേരത്തെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പുലർത്തിയിരുന്ന വിഭാഗങ്ങളെ കൂടി അദ്ദേഹത്തിന് ഒപ്പം നിർത്താൻ സാധിച്ചു. ഈ സഭകളും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. കാരണം ഇതിൻ്റെ യഥാർത്ഥ വിഷയം പറഞ്ഞ് ഇതിൻ്റെ എല്ലാം കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കാനായി എല്ലാ വിഭാഗങ്ങളെയും യോജിച്ചു കൊണ്ടുപോകാനുള്ള ഒരു വല്ലാത്തൊരു സാമർഥ്യം ഈ നേതാവിനുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിച്ചു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ തുടർച്ചയായാണ് എം മണി തിരഞ്ഞെടുക്കപ്പെട്ടത്, അദ്ദേഹം മന്ത്രിയാവുന്നത്. സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയാണ്. എം മണി വൈദ്യുതി മന്ത്രിയായേക്കും. കടകംപള്ളി സുരേന്ദ്രന് സഹകരണം, ദേവസ്വം. AC മൊയ്തീൻ വ്യവസായ വകുപ്പ് മന്ത്രിയായേക്കും. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും എന്ന സൂചനകളാണ്
ലഭിക്കുന്നത്. കെ രാജേന്ദ്രനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 100 ആയി. 150ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 50-ലധികം പേരുടെ നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നും 64 കിലോമീറ്റർ മാറി പുക്കറിയാനിലാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. പട്ന ഇൻഡോർ എക്സ്പ്രസിന്റെ 4 AC കോച്ചുകൾ ഉൾപ്പെടെ 14 ബോഗികൾ അപകടത്തിൽപ്പെട്ടു. യാത്രക്കാർ കൂടുതലും ഉറക്കത്തിലായതിനാലാണ് അപകടത്തിൽ ആളപായം വർദ്ധിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചവരിൽ ഏറെയും. ഗുരുതരമായി പരിക്കേറ്റവരെ കാൺപൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആർമി ഡോക്ടർമാർ ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയും UP സംസ്ഥാന പോലീസും റെയിൽവേ സുരക്ഷാ വിഭാഗവും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ പാതയിലോടുന്ന 13 ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയും 6 ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ പട്ന റെയിൽവേ സ്റ്റേഷനിൽ സഹായ കേന്ദ്രം തുറന്നു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് റെയിൽവേ 3.5 ലക്ഷം രൂപയും ഉത്തർപ്രദേശ് സർക്കാർ 5 ലക്ഷം രൂപയും മധ്യപ്രദേശ് സർക്കാർ 2 ലക്ഷവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ മേഖലയെ രക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭമാണ് ആവശ്യമെന്ന് മന്ത്രി AC മൊയ്തീൻ. ഇക്കാര്യത്തിൽ സുധീരനുമായി സംസാരിക്കാൻ തയ്യാറാണ്. മുഹമ്മദ് സലീമിന്റെ പരാതി CPIMനെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല. ഇത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായത് എന്നും AC മൊയ്തീൻ പാലക്കാട് പറഞ്ഞു. യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ജീവനക്കാരുടെ യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്, തടസ്സമില്ല. KPCCയുടെ പ്രസിഡന്റ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് UDF ചർച്ച ചെയ്യട്ടെ, അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ചെറിയ രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസമെന്ന് മനസ്സിലാക്കി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സഹകരിക്കണം എന്നാണ് ഗവൺമെൻറ് നിലപാട്. അതിന് അദ്ദേഹവുമായി സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ സംസാരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവും. സഹകരണ ബാങ്ക് വിഷയത്തിൽ CPIയുമായി യോജിച്ച സമരം എന്ന് കോൺഗ്രസ് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മറിച്ചുള്ള പ്രചാരണം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. ശ്രമങ്ങൾ സാധാരണ ജനങ്ങളെ വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലെല്ലാം മാറ്റം വരുത്തുകയും പഴയ നോട്ടുകൾ പെട്രോൾ ബങ്കുകളിലൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ തീയതി 24 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം ഒരു മാറ്റം വരുത്തണം. കാരണം അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് 10 മടങ്ങ് വർദ്ധിക്കും. കേന്ദ്ര ഗവൺമെൻറ്, പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ജനങ്ങളെ വേട്ടയാടുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസത്തിന് നടപടി സ്വീകരിക്കണം. ഈ ബാങ്ക് നോട്ട് പിൻവലിക്കലിലൂടെ ഇങ്ങനെ മരിച്ച ആളുകൾ വാസ്തവത്തിൽ ഹൃദയാഘാതം വന്നതിന് തന്നെ കാരണം ഇതാണ്. അവരുടെ എല്ലാം മരണത്തിന് യഥാർത്ഥമായിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകണം. ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ മാതൃകയിൽ കേരളത്തിലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ റിസർവ് ബാങ്കിൻ്റെ മുമ്പിലിരുന്ന് സമരം നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കാനാണ്. സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. നോട്ട് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. ഈ യോഗത്തിൽ കേരളം ഇന്നത്തെ കറൻസി പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വലിയ വിഷമത്തിലാണ്. ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ പറ്റുമെന്നല്ല, അതിൻ്റെ അപ്പുറം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഇതേ സ്ഥിതിവിശേഷമായിരിക്കുന്നു തോന്നുന്നത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാന ധനമന്ത്രിമാരുമായിട്ട് സംബന്ധിച്ച് ആശയവിനിമയം നടത്തും. സംസ്ഥാനത്തിനുണ്ടായ വരുമാന ഇടിവ് നികത്തി തരണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. നിശ്ചയമായിട്ടും സഹകരണ ബാങ്കിനെക്കുറിച്ചും ധനമന്ത്രിയോട് സംസാരിക്കും. സഹകരണ ബാങ്കിൻ്റെ പ്രശ്നം അനുഭാവപൂർവ്വം നോക്കിക്കാണാമെന്നാണ് ധനമന്ത്രി അന്ന് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഇന്നും തവണ വീണ്ടും ചർച്ച നടത്തും. ഇല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടിയും പ്രക്ഷോഭ മാർഗങ്ങളും എല്ലാം ഇന്ന് കേരളത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സന്ദേശം ഡൽഹിയിൽ എത്തിക്കാണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ യോഗത്തിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ദില്ലിയിൽ നിന്ന്. മനു, GST ആണ് പ്രധാന വിഷയമെങ്കിലും ഈ നോട്ട് പ്രതിസന്ധിയാണല്ലോ വളരെ പരമപ്രധാനമായി ഉന്നയിക്കപ്പെടുക. അതാകുമല്ലോ ചർച്ച. യോഗം പുരോഗമിക്കുകയാണോ നിലവിൽ?
തീർച്ചയായും വരുൺ, GSTയുമായി ബന്ധപ്പെട്ട അനൗപചാരിക ചർച്ചയെന്നാണ് ധനമന്ത്രാലയം നൽകിയിരിക്കുന്ന വിശദീകരണം. സംസ്ഥാന ധനമന്ത്രിമാർ ഇന്നത്തെ യോഗത്തിൽ കേന്ദ്രവും അതോടൊപ്പം സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ധാരണയിലെത്തുന്നതിനായാണ് സംസ്ഥാന ധനമന്ത്രിമാരെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വിളിച്ചിരിക്കുന്നത്. എന്നാൽ പ്രധാനമായും ഈ നോട്ട് പിൻവലിക്കൽ വിഷയവും ഇതുമൂലം സംസ്ഥാന ഖജനാവുകൾക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും അടക്കമാകും ധനമന്ത്രിമാർ ചൂണ്ടിക്കാട്ടുക. കേരളത്തിൽ പ്രധാനമായും ശമ്പളം കൊടുക്കുന്നതിനും അതോടൊപ്പം പെൻഷൻ വിതരണം ചെയ്യുന്നതിനും പോലും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിൽ സാമ്പത്തിക തകർച്ചയിലേക്ക് സംസ്ഥാനം പോകുന്ന കാര്യങ്ങളടക്കം ധനമന്ത്രി തോമസ് ഐസക് കേന്ദ്രത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടും. ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം വേണമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. കൂടാതെ സഹകരണ ബാങ്കിലോട് കേന്ദ്ര സർക്കാരും അതോടൊപ്പം റിസർവ് ബാങ്കും പുലർത്തുന്ന നിലപാടുകളിലെ അതിർത്തിയും സംസ്ഥാനം അറിയിക്കും. നേരത്തെ തന്നെ ധനമന്ത്രിയെ ഇത് അറിയിച്ചിരുന്നതാണെങ്കിലും ഇതിൽ കൃത്യമായ ഒരു പരിഹാരം സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെയും ഈ സഹകരണ ബാങ്ക് പ്രശ്നത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടുക. ഇക്കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ പിന്തുണയും കേരളം തേടും. എന്തായാലും യോഗം പുരോഗമിക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് മറുപടി സംസ്ഥാന ധനമന്ത്രിമാർക്ക് നൽകുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി യോഗം അവസാനിക്കും. അരുൺ. മനുശങ്കർ, ദില്ലിയിൽ നിന്ന്. രാജ്യത്തെ കറൻസി പ്രതിസന്ധി രൂക്ഷമായി തുടരവേ ഇന്ന് ബാങ്ക് അവധിയാണ്. 1000, 500 നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷമുള്ള ആദ്യ ബാങ്ക് അവധിയാണിത്. തുടർച്ചയായി 11 ദിവസം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇന്ന് ബാങ്കുകൾ അവധിയാകുന്നത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ATMകളിൽ പരമാവധി പണം നിറച്ചിട്ടുണ്ട് എന്നാണ് ബാങ്കുകൾ പറയുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും ഫലപ്രദമായേക്കില്ല. ചെറിയ നോട്ടുകളുടെ അഭാവവും ഇന്നും ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ രാജ്യത്തെ പഴം പച്ചക്കറി വിപണിയിൽ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. പച്ചക്കറി സ്വീകരിക്കാൻ വിതരണക്കാർ മടിക്കുകയാണ്. ഇതോടെ വിളയിറക്കാൻ പോലും ആകാതെ കർഷകരുടെ ദുരിതം വർദ്ധിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തതിനാൽ കയ്യിൽ തന്നെ പണം സൂക്ഷിച്ചിരുന്ന ദിവസക്കൂലിക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റാണ് ദില്ലിയിലെ ആസാദ്പൂർ മണ്ഡി. 25,000 ടൺ വരെ പഴം പച്ചക്കറി വിൽപ്പന നടക്കാറുള്ള മാർക്കറ്റ്. ബീഹാർ, ഹരിയാന, UP എന്നിവിടങ്ങളിൽ നിന്നും പഴം പച്ചക്കറികൾ എത്തിക്കുന്ന 100 കണക്കിന് കർഷകരെയും തൊഴിലാളികളെയും ഇവിടെ കാണാം. എന്നാൽ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതോടെ കച്ചവടം 70% കുത്തനെ ഇടിഞ്ഞു. വിളയിറക്കേണ്ട സമയമായിട്ടും കർഷകർക്ക് പണം നൽകാൻ വിതരണക്കാർക്കും സാധിക്കുന്നില്ല. ചില്ലറക്ഷാമം രൂക്ഷമായതോടുകൂടി പച്ചക്കറി പഴം മാർക്കറ്റുകളിലേക്കുള്ള ആവശ്യക്കാരുടെ തിരക്കും കുത്തനെ കുറഞ്ഞു. ഇതോടെ മിക്ക കച്ചവടമുണ്ടായിരുന്ന കടകളും പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കടകളിൽ കാണാനാകുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന് പോലും അറിയാത്തവരാണ് ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾ. അക്കൗണ്ടുള്ള തൊഴിലാളികൾ അത് സ്വദേശമായ ബീഹാറിലും പഞ്ചാബിലുമാണെന്നത് ചൂണ്ടിക്കാട്ടുന്നു. ബിഹാർ में खाता है तो उसमें हम लोग वो रियानी से डालते हैं पैसे और क्या कर सकता हूँ. अभी कोई 500 का नोट नहीं ले रहा है, 1000 का नोट नहीं ले रहा है. हम लोग मजदूर आदमी हैं, क्या करें. കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ നോട്ടിന് കമ്മീഷൻ ഈടാക്കി പുതിയ നോട്ടുകൾ നൽകുന്ന മാഫിയകളും മാർക്കറ്റിൽ സജീവമായി കഴിഞ്ഞു. क्योंकि हम गरीब के पास खाता नहीं है और 1000-500 का नोट हम कहाँ दें, किसको दें, उसमें से 200 रुपए कट रहा है. ജൻധൻ യോജനയിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയെന്ന അവകാശവാദത്തോടെയായിരുന്നു സർക്കാരിന്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പുതിയ നീക്കം. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാത്ത ഈ തീരുമാനവും ദുരന്തത്തിലാക്കിയത് സാധാരണ ജനങ്ങളെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റിൽ നിന്നും. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.